പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 18. പ്രധാന വാർത്തകൾ. ഇസ്ലാം ഭീതി തടയാനുള്ള UN പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ഒമാൻ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വെറുക്കുന്ന പ്രതിഭാസത്തെ ചെറുക്കുന്നതിന് അന്താരാഷ്ട്ര നടപടികൾ കൈക്കൊള്ളാനും ഇസ്ലാമോഫോബിയ തടയുന്നതിന് ഐക്യരാഷ്ട്രസഭയിലേക്ക് ഒരു പ്രത്യേക അന്താരാഷ്ട്ര പ്രതിനിധിയെ നിയമിക്കാനുമുള്ള ഐക്യരാഷ്ട്ര പൊതുസഭയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വിവിധ മതങ്ങളിൽപ്പെട്ടവർക്കിടയിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മൂല്യങ്ങൾ സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും മതങ്ങൾക്കിടയിൽ വിദ്വേഷവും സംഘർഷവും ഇളവാക്കുന്ന എല്ലാ പ്രവൃത്തികളും ക്രിമിനൽ കുറ്റമാക്കേണ്ടതിൻ്റെ ഒമാന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനു വേണ്ടി പാകിസ്ഥാനാണ് UN പ്രമേയം അവതരിപ്പിച്ചത്. 115 രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യ, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, യുക്രൈൻ, ബ്രിട്ടൻ ഉൾപ്പെടെ 44 രാജ്യങ്ങൾ വിട്ടുനിന്നു. ആരും എതിരായി വോട്ട് ചെയ്തില്ല. മസ്കത്തിലെ പാലക്കാട് ജില്ലക്കാരുടെ കൂട്ടായ്മയായ പാലക്കാട് ഫ്രണ്ട്സ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വാദി കബീറിലെ മസ്കത്ത് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. പാലക്കാടൻ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഗൾഫ് മാധ്യമം മീഡിയ വൺ റെസിഡന്റ് മാനേജർ ഷക്കീൽ ഹസൻ റമദാൻ സന്ദേശം നൽകി. ഒരു വിശ്വാസിക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നോമ്പിന്റെ സന്ദേശവും പിന്തുടരേണ്ടതുണ്ട്. മനുഷ്യർക്കിടയിലെ അനുരഞ്ജനം, സാന്ത്വന പ്രവർത്തനങ്ങൾ, പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ എന്നിവയെല്ലാം വിപുലപ്പെടുത്തുക, ശാക്തീകരിക്കുക എന്നിവയെല്ലാം ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് ഷക്കീൽ ഹസൻ റമദാൻ സന്ദേശത്തിൽ പറഞ്ഞു. മസ്കത്തിൽ നിന്ന് ലക്നൌവിലെ ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസിന് തുടക്കമായി. പുതിയ സർവീസിനെ മസ്കത്ത് ഇന്റർനാഷണൽ എയർപോർട്ട് സ്വാഗതം ചെയ്തു. ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും. ലക്നൌവിൽ നിന്ന് ശനിയാഴ്ച രാവിലെ 7:30 പുറപ്പെട്ട വിമാനത്തിൽ 77 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. തിരിച്ച് മസ്കത്തിൽ നിന്ന് 123 യാത്രക്കാരുമായാണ് പറന്നത്. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്തിൽ നിന്ന് കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, മംഗളൂരു, തിരുവനന്തപുരം, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ അക്തറിൽ റോസാപ്പൂ കൃഷി വ്യാപിപ്പിക്കാൻ പദ്ധതിയുമായി കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം. റോസാപ്പൂ കൃഷിയുടെ അധിക മൂല്യം ഉയർത്തുന്ന പദ്ധതിക്കായി അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് 1,50,000 റിയാൽ അനുവദിച്ചു. 15 കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പനിനീർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ മേഖലയിലും അനുബന്ധ വ്യവസായങ്ങളിലും 15 ഗുണഭോക്താക്കൾക്ക് പരിശീലനം നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ജബൽ അക്തറിലെ റോസ് കൃഷിയെയും അനുബന്ധ വ്യവസായങ്ങളെക്കുറിച്ചുമുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുക, മേഖലയിലെ റോസാപ്പൂക്കളുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിലെ ചില ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിച്ച് 5 ഏക്കറിൽ റോസാപ്പൂ കൃഷിയെ പിന്തുണയ്ക്കുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂമി, കാർഷിക യന്ത്രങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഇടപാടുകൾ മെച്ചപ്പെടുത്തുന്നതിനും പുറമെയാണിത്. പദ്ധതി നടപ്പാക്കുന്നതിന് റോസ് കൃഷിക്കും അനുബന്ധ വ്യവസായങ്ങൾക്കുമുള്ള ഡേറ്റ ഉൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങളുണ്ടെന്ന് കാർഷിക മത്സ്യബന്ധന വികസന ഫണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹനാൻ ബിൻത് സയ്യിദ് അൽ സുലൈമിയ പറഞ്ഞു. റമദാൻ വ്രതം ആരംഭിച്ചതോടെ എണ്ണക്കടി ഇനങ്ങളുടെ വിൽപ്പന തകൃതിയാവുന്നു. ഇഫ്താറുകളിൽ എണ്ണക്കടികൾ ഒഴിവാക്കാൻ പറ്റാത്ത ഭക്ഷ്യ ഇനമാണ് പലർക്കും. ചെറുതായെങ്കിലും എണ്ണക്കടി ഇനങ്ങൾ അകത്താക്കിയില്ലെങ്കിൽ പോരായ്മ അനുഭവപ്പെടുന്നവരും നിരവധിയാണ്. അതിനാൽ മലയാളികളും അല്ലാത്തവരും എണ്ണക്കടികൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. നോമ്പെടുക്കാത്തവർക്ക് പോലും റമദാനിലെ എണ്ണക്കടികൾ ഹരമായി മാറിയിരിക്കുന്നു. എണ്ണക്കടികൾ മലയാളികൾക്കൊപ്പം മറ്റ് ഇന്ത്യക്കാർക്കും പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കുമൊക്കെ ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ വർഷം പൊരിക്കടികൾക്ക് ആവശ്യക്കാർ കൂടുതലാണെന്ന് റൂവിയിലെ വ്യാപാരികൾ പറയുന്നു. എന്നാൽ രാത്രികാലത്തെ മറ്റു ഭക്ഷണങ്ങൾക്ക് കാര്യമായ തിരക്ക് കാണുന്നില്ലെന്നും ഇവർ പറയുന്നു. ഏദൻ ഉൾക്കടലിൽ റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സലാലയിൽ നിന്ന് 809 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പ്രാദേശിക സമയം ഞായറാഴ്ച രാവിലെ 10:03 ഭൂചലനമുണ്ടായത്.
സുൽത്താൻ സ്പെഷ്യൽ ഫോഴ്സിലെ നിരവധി ഉദ്യോഗസ്ഥർക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ മെഡലുകൾ സമ്മാനിച്ചു. സുൽത്താൻ സ്പെഷ്യൽ ഫോഴ്സ് വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് മികച്ച സേവനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചത്. എല്ലാ വർഷവും മാർച്ച് 15-നാണ് സുൽത്താൻ സ്പെഷ്യൽ ഫോഴ്സ് ദിനമായി ആചരിക്കുന്നത്. അസുമൂദ് ഗാരിസണിൽ നടന്ന ചടങ്ങിൽ SSF കമാൻഡർ മേജർ ജനറൽ മുസല്ലം മുഹമ്മദ് ജഅബൂബു ആണ് രാജകീയ പ്രശംസാ മെഡലുകൾ സമ്മാനിച്ചത്. ചടങ്ങിൽ SSFന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും മറ്റും പങ്കെടുത്തു. ഒമാനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്കും മറ്റും പരിഹാരം കാണുന്നതിനായുള്ള എംബസി ഓപ്പൺ ഹൗസ് മാർച്ച് 22-ന് ഉച്ചയ്ക്ക് 2:30-ന് നടക്കും. എംബസി അങ്കണത്തിൽ 4 മണിവരെ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് സംബന്ധിക്കും. സുൽത്താനേറ്റിലെ ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ ബോധിപ്പിക്കാം. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് വടക്കൻ പാത്തിന ഗവർണറേറ്റിൽ നിന്ന് 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 150ഓളം വാഹനങ്ങൾ പിടിച്ചെടുത്തു. അശ്രദ്ധമായി വാഹനമോടിക്കുന്നതിൻ്റെയും വാഹനം ഡ്രിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയും വീഡിയോ പോലീസ് പുറത്തുവിടുകയും ചെയ്തു. ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചതിനും പൊതുസൗകര്യവും സമാധാനവും തടസ്സപ്പെടുത്തിയതിനും റോഡ് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കിയതിനും 129 സൈക്കിളുകളും 19 മോട്ടോർ സൈക്കിളുകളുമാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. തലസ്ഥാന നഗരിയിലെ 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള 2ാം ഘട്ട അപേക്ഷ മാർച്ച് 20 മുതൽ നടക്കും. നേരത്തെ ഇത് 18-ന് നടക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ 20-ലേക്ക് നീട്ടുകയായിരുന്നുവെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഓരോ സ്കൂളുകളിലെ സീറ്റ് ലഭ്യതയ്ക്കനുസരിച്ചുള്ള പുതിയ ഒഴിവുകളും സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യക്കാരല്ലാത്തവർക്കും പ്രവേശനം നൽകും. ഓരോ സ്കൂളുകളുടെയും സീറ്റ് ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും പ്രവേശനം ലഭിക്കുക. മസ്കത്ത്, ദാർസെത്ത്, വാദി കബീർ, സീബ്, ഖുബ്ര, മബേല, ബൗഷർ എന്നീ ഇന്ത്യൻ സ്കൂളുകളിലേക്കാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ലഭ്യമാണ്. പ്രവേശനത്തിനായി രക്ഷിതാക്കൾക്ക് നേരിട്ട് CSE അഡ്മിനിസ്ട്രേഷനെ സമീപിക്കാം. എറണാകുളം സ്വദേശിയെ സലാലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നോർത്ത് പറവൂരിലെ നെടുംപറമ്പിൽ ജോണി ജോസഫിനെയാണ് ജോലിസ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മസ്കത്തിലെ നിർമ്മാണ മേഖലയിലുള്ള കമ്പനിയിൽ 20 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. കൊല്ലം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ നിര്യാതനായി. പുനലൂർ ചാലക്കോട് കാഞ്ഞിരമല പുത്തൻ വീട്ടിൽ അനീഷ് കുമാറാണ് തർമ്മത്തിൽ മരിച്ചത്. മൃതദേഹം തർമ്മത്ത് KMCCയുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.